Let's explore Fort Kochi with me. സുപ്രഭാതം. അപ്പം ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ടുള്ള എൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പം ഞാനും എൻ്റെ ചേച്ചിയും കൂടി നിന്ന് ഫോട്ടോ വെച്ച് വരെ പോവാം. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പ്ലാൻ ചെയ്തത് ബിനാലെ കാണാൻ പോകാനായിരുന്നെങ്കിലും എൻ്റെ ചേച്ചിയുടെ കൃത്യനിഷ്ഠത, അതായത് പഞ്ച്വാലിറ്റി കാരണം ഞങ്ങൾ ഒരുപാട് നേരത്തെ ആയതുകൊണ്ട് ഞങ്ങൾക്കറിയായിരുന്നു ഇന്നിനി ബിനാലെ പോയി ഒന്നും നടക്കില്ല എന്ന്. അതുകൊണ്ട് ഞങ്ങൾ നേരെ ബസ്സും കയറി ഫോട്ടോ വെച്ചൊക്കെ വിട്ടു കേട്ടോ. അങ്ങനെ അവിടെ ചെന്നിറങ്ങിയപ്പോൾ തന്നെ നട്ടുച്ച സമയമായിട്ട് ഇതായിരുന്നു അവസ്ഥ. നല്ല ചുട്ടുപൊള്ളുന്ന വെയിലായിരുന്നേ. ശരിക്കും പറഞ്ഞാൽ അതുവഴി കുട പിടിച്ച് നടക്കുന്ന ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. അതുകൊണ്ട് അവിടെ കൂടെ പോകുന്ന ആളുകളൊക്കെ ഞങ്ങളെ കണ്ട് ഭയങ്കര വിയേഡായിട്ട് നോക്കുമായിരുന്നു. പിന്നെ കയറി ചെന്നപ്പോൾ അവിടെ ഇതുപോലെ കുറേ പട്ടിക്കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നേരം അതുങ്ങളെയൊക്കെ കളിപ്പിച്ച് നിന്നിട്ടാണ് ഞങ്ങൾ ഉള്ളിലോട്ട് കയറിയത്. അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഇന്ന് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ പോയതൊരു വീക്കെൻഡാണ്, അതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ചേച്ചി കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്ര നാളായിട്ട് ഫോട്ടോ വെച്ച് പോയിട്ടുണ്ട് പറഞ്ഞാലും ഇപ്പം തന്നെ ഒരു 5-6 തവണ ഫോട്ടോ വെച്ച് പോയിട്ടുണ്ട്. എന്നാലും ഇതുവരെ ഫോട്ടോ വെച്ച് മൊത്തം കണ്ടു തീർത്തിട്ടില്ല. ഓരോ തവണ പോകുമ്പോഴും ഏതൊക്കെയോ വഴി ഏതൊക്കെയോ ലൈൻ കയറി ഇറങ്ങുമെന്നല്ലാണ്ട് ഇതുവരെ ഞങ്ങൾ രണ്ടുപേരും ഫോട്ടോ വെച്ച് കണ്ടു തീർത്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഓരോ സ്പോട്ട് കാണുമ്പോൾ ചേച്ചിനോട് അവിടെ പോയി നിൽക്കുക, ഇവിടെ പോയി നിൽക്കുക, ഞാൻ ഫോട്ടോ എടുത്ത് തരാമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എന്നെ കാണാൻ കൊള്ളാഞ്ഞിട്ടാണോ അതോ അവൾ എടുത്ത് തരുന്നത് കൊള്ളാഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല. ഒരു ഫോട്ടോ പോലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം ഞാൻ കൊള്ളില്ല പറഞ്ഞ അടുത്ത സ്ഥലത്തേക്ക് പോകും. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ തന്നെ അവൾക്ക് നല്ല ദാഹിക്കുന്നു പറഞ്ഞിട്ട് ഞങ്ങൾ കരിക്കും വെള്ളം കുടിക്കാനായിട്ട് സ്ഥലം തപ്പി നടക്കുക കേട്ടോ. അപ്പോൾ ചേച്ചി കുഞ്ഞിനെ കാണാൻ നല്ല ഭംഗിയുണ്ട് പറഞ്ഞവരറിയാത്ത പോലെ അവരുടെ വീഡിയോ എടുത്തതേ അല്ല കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ ഫോട്ടോ വെച്ച് പോയിട്ടുള്ളവരെല്ലാവരും എടുത്ത് സ്റ്റോറി ഇടുന്ന ഒരേ ഒരു സ്ഥലം ഓൾഡ് ഹാർബർ ഹോട്ടൽ, ഫോട്ടോ വെച്ചുകാരുടെ മെയിൻ സ്പോട്ട്. അങ്ങനെ ഞങ്ങൾ അതിനെ വെറുതെ വീട്ടില്ല, അതിൻ്റെ ഒരു വീഡിയോ ഞാനും അങ്ങ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കരിക്കും വെള്ളം കുടിക്കാനായിട്ട് സ്ഥലം തപ്പി പിടിച്ചു കേട്ടോ. ചേച്ചി അങ്ങോട്ട് ഓടുമായിരുന്നു നമുക്ക് ദാഹിക്കുന്നേ പറഞ്ഞ്. അങ്ങനെ അവിടെ പോയിട്ട് ഞങ്ങളൊരു കരിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ചേട്ടൻ എങ്ങനെയൊക്കെയോ തിരഞ്ഞും പറക്കി, എന്തിനാണെന്ന് എനിക്കറിയില്ല, തിരഞ്ഞു പറക്കിയൊക്കെയാണ് കേട്ടോ കരിക്ക് പൊട്ടിച്ചെടുത്ത്. ഞാനാണെങ്കിൽ തന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം കേട്ടോ ഇങ്ങനെ കരിക്കും വെള്ളമൊക്കെ കുടിക്കുന്നത്. പണ്ട് അമ്മയുടെ കൂടെ ഒക്കെ പുറത്തിറങ്ങുമ്പോൾ അമ്മ വാങ്ങിത്തരുമായിരുന്നു, അല്ലാണ്ട് എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് പോയി വാങ്ങി തിന്നുള്ള ധൈര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ അങ്ങനെയുള്ള പണിക്കൊന്നും നിൽക്കാറില്ല. അങ്ങനെ കരിക്കും കുടിച്ച് അതിൽ തേങ്ങയും കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ ഫോട്ടോ വെച്ച് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങി. ചേച്ചി എൻ്റെ ഇടയിൽ കൂടെ എന്തൊക്കെയോ പറയുന്നുണ്ട്, എനിക്കറിയത്തില്ല അവൾ എന്താ പറയുന്നത്. ഞാൻ പിന്നാലെ പോകാൻ പറ്റാത്തതിൻ്റെ സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കായിരുന്നു കേട്ടോ. അങ്ങനെ പോകുന്ന വഴി അവിടെ ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ഐസ്ക്രീമൊക്കെ ഒലിക്കായിരുന്നു, എൻ്റെ കയ്യിലൂടെ ഡ്രസ്സിലൂടെ മൊത്തം ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഫോട്ടോ വെച്ച് ഇങ്ങനെ കറങ്ങി നടന്നു. പിന്നെ ഞങ്ങളൊരു കുഞ്ഞ് ഷോപ്പിലൊക്കെ കയറി അവിടുത്തെ ഓരോ സാധനങ്ങൾ നോക്കുമായിരുന്നു കേട്ടോ. ശരിക്കും ഇങ്ങനത്തെ സാധനങ്ങളൊന്നും എനിക്കിഷ്ടമല്ല, പക്ഷെ ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, അവർക്കൊക്കെ ഇത് നല്ല ഇഷ്ടപ്പെടുമായിരിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ ഒരുപാട് സാധനങ്ങളൊക്കെ നോക്കുമായിരുന്നു. പിന്നെ അവിടുന്ന് ചേച്ചിയും ഞാനും ഒരു മാല എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് മാല ഭയങ്കര ഇഷ്ടപ്പെട്ടു, എന്താണെന്നറിയില്ല, ആ കുരിശാണ് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഈ വള ഇതുപോലത്തെ വളയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഒറ്റ തവണ ഇടും, പിന്നെ അത് വേസ്റ്റ്, അതുകൊണ്ട് അത് എടുക്കേണ്ട വിചാരിച്ചു കേട്ടോ. പിന്നെ ഈ 4 കമ്മൽ ഏതെടുക്കണമെന്ന് കൺഫ്യൂഷനായിരുന്നു. എല്ലാത്തിനും 50 രൂപയുള്ളൂ കേട്ടോ ഒരു സെറ്റിന്. അങ്ങനെ അവസാനം അത് രണ്ടും എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഓരോരോ ഷോപ്സായിട്ട് എക്സ്പ്ലോർ ചെയ്ത് നടക്കായിരുന്നു കേട്ടോ. ഈ ഒരു ഷോപ്പിൽ കയറിയപ്പോൾ അവിടെ കുറേ പ്രതിമകൾ മീൻസ് ചെറിയ കുറേ ഇങ്ങനത്തെ പ്രതിമകൾ, ആനിമൽസിൻ്റെ ഒക്കെ, പിന്നെ ഫോട്ടോസിൻ്റെ കുറേ ആർട്സും ഫോട്ടോസ് അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നോക്കും നമ്മുടെ ജീവനുള്ള പാമ്പിനെ പോലെ ഇരിക്കുന്നതല്ലെങ്കിലും ഒരു ഡ്യൂപ്ലിക്കേറ്റ് പാമ്പൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് പച്ചമാങ്ങ വേണമെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി എനിക്ക് പച്ചമാങ്ങ നല്ല മുളകൊക്കെ ഇട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ എന്ത് ഫ്രൂട്ട്സിനകത്തായാലും മധുരമുള്ളതാണ് എരിവുള്ളതാണ് എല്ലാത്തിലും ഇങ്ങനെ ഉപ്പും മുളക് ഇട്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അങ്ങനെ ഞാൻ ചേച്ചിയോട് കഴിക്കുന്ന വീഡിയോ എടുത്തു തരാൻ പറഞ്ഞപ്പോൾ ഇവൾ വെറുതെ വലിയ ഫോട്ടോഗ്രാഫറിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാമറ ഇട്ട് എനിക്ക് ദേഷ്യം വന്ന അവസാനം ഞാൻ വീഡിയോ എടുക്കണ്ട പറഞ്ഞു, ഞാൻ തന്നെ എടുത്തു വെച്ചു. അങ്ങനെ ഞങ്ങളൊരു സൈഡിൽ പോയി ഇരുന്നിട്ട് അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചി പൈനാപ്പിളും ഞാൻ മാങ്ങയായിരുന്നു കേട്ടോ വാങ്ങിയത്. ചേച്ചി പിന്നെ പൈനാപ്പിളിൽ മസാലാസ് ഒന്നും ഇടാണ്ടാണ് വാങ്ങിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഫോർട്ട് കൊച്ചിൻ്റെ ഒരു എഡ്ജിൽ ഇങ്ങനെ വെറുതെ കാറ്റിക്കൊള്ളാനും ഫോട്ടോ എടുക്കാനൊക്കെ പോയി നിന്നിട്ടുണ്ടായിരുന്നു. ചേച്ചി അവിടെ എനിക്ക് കുറേ വീഡിയോസ് എടുത്തു തന്നു. വീഡിയോസൊക്കെ എനിക്ക് അഡ്ജസ്റ്റബിൾ ആയിരുന്നു, ഫോട്ടോസൊന്നും എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു കേട്ടോ. മെയിനായിട്ട് നല്ല വെയിൽ കൊണ്ട് ടാൻ അടിച്ച് കരിഞ്ഞിരിക്കും കൂടിയായിരുന്നു. ചേച്ചിക്ക് പിന്നെ ഈ ഒരു മോതിരം ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷെ ഒരു കുഞ്ഞ് സാധനം 10-200 രൂപ കൊടുത്ത് വാങ്ങണമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വാങ്ങുമോ? നമ്മളത്ര റിച്ചൊന്നും അല്ല, അതുകൊണ്ട് നമ്മളത് വേണ്ട വെച്ചിട്ട് അതവിടെ വെച്ചിട്ട് പിന്നെ അവിടുത്തെ ഒരു ആർട്ട് കഫേയിൽ കയറിയിട്ടുണ്ടായിരുന്നേ. ഞങ്ങളങ്ങനെ അതിൻ്റെ അകത്ത് കയറാൻ ചെന്നപ്പോൾ അവിടെ നല്ല ക്യൂവും തിരക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ആ ശ്രമം വേണ്ടാന്ന് വെച്ച് ഞങ്ങൾ അവിടെ നിന്ന് കയറി പോലെ തിരിച്ചങ്ങ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോകാൻ ഇറങ്ങിയപ്പോൾ ദേ റോഡ് സൈഡിൽ കുറേ പട്ടിക്കുട്ടികളൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ അതിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുറേ നേരം. അത് ഞങ്ങൾ പിന്നെ തിരിച്ച് ഞങ്ങൾക്ക് എടപ്പള്ളി വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. ചേച്ചിൻ്റെ ഫ്രണ്ട്സും കൂടെ നാളെ ഒരു 10 കിലോമീറ്റർ മാരത്തോൺ ഓടാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ടീഷർട്ട് കളക്ട് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് എടപ്പള്ളി വരെ പോകണം. ഞങ്ങൾ നേരെ ബസ്സിൽ കയറി ബസ് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് എടപ്പള്ളി മെട്രോയിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ മെട്രോ സ്റ്റേഷനിലെത്തിയിട്ട് അവിടെ വെറുതെ തിരപ്പാൻ നടക്കുന്ന വീഡിയോ ഒക്കെയാണ് ഞാനിപ്പോൾ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കിതുവരെ യൂട്യൂബിൽ ലോങ് വീഡിയോസ് ഒന്നും ഇങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് പോലെ എടുത്ത് ശീലമില്ലാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരുപാട് ലിമിറ്റേഷൻസ് എൻ്റെ വീഡിയോസിൽ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ ദയവ് ഇതൊന്ന് ക്ഷമയുടെ നെല്ലിപ്പലക വരെ എന്താ പറയുക എത്തിയിട്ട് വേണം ഇത് കാണാൻ എന്ന് ഞാൻ പ്രത്യേകം അറിയിക്കുകയാണ് കേട്ടോ.
അങ്ങനെ ഞങ്ങൾ എടപ്പള്ളിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങനെ ലെഫ്റ്റ് വരാനായിട്ട് നോക്കി നിൽക്കുമായിരുന്നു. ഇനി എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളത് ചേച്ചിക്ക് ഒരു ഐഡിയ ഇല്ല, എനിക്കൊരു ഐഡിയ ഇല്ല. ചേച്ചി ഇങ്ങനെ ആരൊക്കെയോ ഫോണൊക്കെ എടുത്ത് വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. ചേച്ചിയുടെയാണ് ആവശ്യമെങ്കിൽ എങ്ങോട്ടാണ് പോകേണ്ടത്, എവിടെ പോകേണ്ടതെന്നുള്ളതൊന്നും ചേച്ചിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ആരെയൊക്കെ വിളിച്ച് ചോദിച്ചിട്ട് അവസാനം ലുലുമോളിൻ്റെ അകത്തൂടെ നേരെ മെട്രോ ഇറങ്ങിയിട്ട് പോകേണ്ട ആവശ്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞങ്ങൾ എടപ്പള്ളി ഫുള്ള് ചുറ്റിയാൽ ലുലുമോൾ ഫുള്ള് ചുറ്റിയിട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾക്ക് ശരിക്കും മാരിയറ്റ് ഹോട്ടലിൻ്റെ സൈഡിലായിട്ടായിരുന്നു പോകേണ്ടത്. പക്ഷെ ഞങ്ങളത് മുൻകൂട്ടി അറിഞ്ഞില്ല. ഞങ്ങൾ അതുകൊണ്ട് മാരിയറ്റ് ഹോട്ടലിൻ്റെ അകത്തൊക്കെ ചെന്ന് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതിൻ്റെ അകത്ത് ചെന്ന് അതിൻ്റെ സെക്യൂരിറ്റി ചെക്സ് ഒക്കെ ഞങ്ങളിങ്ങനെ ആലോചിച്ചു, ഇത്ര വലിയ സ്ഥലത്തൊക്കെ വെച്ചൊരു ടീഷർട്ട് കൊടുക്കേണ്ട ആവശ്യമൊക്കെ ഉണ്ടോയെന്ന് ഞങ്ങളൊക്കെ ഒന്ന് വിചാരിച്ചായിരുന്നു. ഞങ്ങളിങ്ങനെ കറങ്ങുന്ന ഡോറിലൂടെ കയറി ഇറങ്ങി നടന്നു കേട്ടോ. ഫോർ ദ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇതിലൂടെ കയറി നടക്കുന്നത്. എക്സ്പീരിയൻസ് വളരെ രസമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ ഈ ഒരു റിഫ്ലക്ഷൻ ഗെയിം വെറുതെ കളിക്കാൻ പറ്റുമായിരുന്നു ഫ്രീ ആയിട്ട്. അതുകൊണ്ട് ഞാൻ പോയി കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തോ എന്നെ നാണം കെടുത്താതിരിക്കാൻ ഒരെണ്ണം ഞാൻ പിടിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ നേരം ഞാൻ അവിടെ വായി നോക്കി ഇരിക്കുകയായിരുന്നു. ചേച്ചിയുടെ ടീഷർട്ട് വാങ്ങാനോ ചെസ്റ്റ് നമ്പർ വാങ്ങാനോ എന്തെങ്കിലും പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ വെറുതെ വായി നോക്കി ഇരുന്നപ്പോൾ ആരൊക്കെ വന്ന് എൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയല്ല, എൻ്റെ ഫാൻസ് ഒന്നുമില്ല, അവർ വെറുതെ ഒരു അഡ്വർടൈസ്മെൻറ്റ് വേണ്ടി വന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോയതാണ് കേട്ടോ. അങ്ങനെ അവളുടെ ടീഷർട്ടൊക്കെ കളക്ട് ചെയ്തിട്ട് ഞങ്ങൾ നേരെ ലുലുമോളിൽ പോയിട്ട് ബർഗേഴ്സും ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. ചേച്ചിയാണ് എനിക്കിതെല്ലാം വാങ്ങിച്ച് തരുന്നേ. കാരണം എൻ്റെ കയ്യിൽ 5 പൈസ ഇല്ലല്ലോ, എനിക്കിപ്പോൾ ജോലിയില്ല കൂലിയില്ല, ഞാൻ വെറുതെ ഹോസ്റ്റലിൽ കുത്തിയിരിക്കണം. അങ്ങനെ പാവം ചേച്ചി ഇന്ന് അങ്ങനെ പോയാലും അവളുടെ കയ്യിൽ നല്ല ഫണ്ട് പോയിട്ടുണ്ട്, ഓൺലി ബിക്കോസ് ഓഫ് മീ. പക്ഷെ എനിക്ക് സങ്കടമൊന്നുമില്ല, കാരണം എൻ്റെ ചേച്ചി അല്ലാണ്ട് ആരാ എന്നെ ഇങ്ങനെ തീറ്റിപ്പോയിട്ടുണ്ടത്. അത് കഴിഞ്ഞ് പിന്നെ അവിടെ വാലന്റൈൻസ് ഡേ സ്പെഷ്യലായിട്ട് മീനാക്ഷിയുടെ എന്തോ ഒരു പ്രോഗ്രാം മാളിൽ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അതൊക്കെ നോക്കി എന്നിട്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് മാക്സിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ചേച്ചിക്കും ചേച്ചിയുടെ ഫ്രണ്ട്സിനും കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ട്. മാളിൽ നിന്ന് തന്നെ ചേച്ചീൻ്റെ ഒരു ഫ്രണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞങ്ങൾ പിന്നെ അവിടെയൊക്കെ കയറി ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് വേണ്ട സാധനം അവിടെ കിട്ടാഞ്ഞത് കൊണ്ട് അവിടെ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ എന്തൊക്കെയോ സാധനം വാങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. പിന്നെ എനിക്കിങ്ങനെയുള്ള ഗോൾഡൻ കളേഴ്സ് വേറെ ഇയറിങ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. കയ്യിലഞ്ചിൻ്റെ പൈസ ഇല്ലല്ലോ, എല്ലാം വെറുതെ നോക്കുന്ന ഇഷ്ടമാണല്ലോ. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് എല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അറിയാമല്ലോ, എവിടെ മിറർ കണ്ടാലും നമ്മുടെ പട്ടിഷോ നിർബന്ധമാണല്ലോ. അങ്ങനെ മാക്സിയിൽ നിന്ന് ഇറങ്ങി ചേച്ചിയും ചേച്ചിൻ്റെ ഫ്രണ്ടിനെ കൂടെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാനും തിരിച്ചെൻ്റെ ഹോസ്റ്റലിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ദിവസം അങ്ങോട്ട് തീരുന്നില്ല. എൻ്റെ വീഡിയോ ലാസ്റ്റ് വരെ പേഷ്യൻസോടെ കണ്ടുപിടുത്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് എത്രയുള്ളൂ. ബൈ.